അന്നദാനപ്രിയനായ പാർത്ഥസാരഥിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ആറന്മുള വെള്ളസദ്യനെ പറ്റി. 64 കറികളാണ് വെള്ളസദ്യയിൽ വിളമ്പുന്നത്. ആറന്മുള വെള്ളസദ്യ കഴിക്കാനായിട്ട് നമ്മൾ നേരത്തെ പാസ് എടുക്കേണ്ടതാണ്. അതിന് 4 വഴികളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വള്ളക്കാലിൽ നിന്ന് തന്നെ പാസ് മേടിക്കാം, അതല്ലെങ്കിൽ പള്ളിയോടം സേവാ സംഗമം ഓഫീസിൽ നിന്ന് പാസ് മേടിക്കാം, മറ്റൊന്ന് ക്ഷേത്ര ഭരണ സമിതിയെ അന്വേഷിക്കാം. ഈ 3 വഴിയും നിങ്ങൾക്ക് പാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. സെപ്റ്റംബർ 16 വരെയാണ് ഈ വർഷം വെള്ളസദ്യ നടക്കുന്നത്. വെള്ളസദ്യ കഴിക്കാൻ പോകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ പോണേ. അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. വള്ളക്കാരെ നമ്മൾ വളരെ ആദരവോടുകൂടി സ്വീകരിച്ച് വള്ളപ്പാട്ടൊക്കെ പാടിയാണ് സദ്യ കഴിക്കുന്ന ഹാളിലേക്ക് പോകുന്നത്. ഇവിടെ സദ്യ നടക്കുന്നത് പല പല പന്തലിലായിട്ടാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ വിഭവം വിളമ്പുമ്പോഴും അവരൊരു പാട്ട് പാടിയാണ് ഇത് കൊണ്ടുവരുന്നത്. അതുപോലെ വള്ളക്കാർക്ക് ഏതെങ്കിലും ഒരു വിഭവം വേണമെന്നുണ്ടെങ്കിൽ അവരൊരു പാട്ടിന്റെ രൂപത്തിലാണ് അത് ചോദിക്കുന്നത്. 4 കൂട്ടം പായസം അടങ്ങുന്ന ഒരു ഹ്യൂജ് ഫീസ്റ്റ് തന്നെയാണ് ആറന്മുള വെള്ളസദ്യ. ഓരോരുത്തരും നടത്തുന്ന വഴിപാടാണ് വെള്ളസദ്യ. അതുകൊണ്ട് തന്നെ നിശ്ചിതമായിട്ടുള്ള ഒരു എണ്ണം ഉണ്ടാവും. പാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പന്തി കഴിഞ്ഞ് രണ്ടാമത്തെ പന്തിയിലെങ്കിലും നിങ്ങൾക്ക് കയറാനൊരു ചാൻസ് ഉണ്ടാവും. ഓൾസോ ഡോണ്ട് ഫൊർഗെറ്റ് ടു ബൈ ആൻ ആറന്മുള കണ്ണാടി ഫ്രം ദ നിയർ ബൈ സ്റ്റോൾസ്.